അപ്പോൾ നമ്മുടെ ഓണം എക്സാം ടൈം ടേബിൾ ഒക്കെ വന്നു. ഇനി നമുക്ക് തീരെ സമയമില്ല അല്ലേ, നമുക്ക് വെറുതെ വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയവുമില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഡ്യൂബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓണം ഓഫർ പോലെ ഓണം എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൈക്രോബിറ്റ്, അതേപോലെ നോട്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദ്യം ചോദിക്കുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മോഡൽ ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ സമ്മറി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എവിടെ ലഭ്യമാവും? നമ്മുടെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഓണം എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്ന് ബസ് വന്നിരിക്കുന്നത് മറ്റൊരു കിടിലൻ പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്നറിയോ? 8 ദിവസം കൊണ്ട്, വെറും 8 ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ഓണം എക്സാമിന് വരുന്ന എല്ലാ സബ്ജക്റ്റിലെയും എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ തന്നെ തുടങ്ങിക്കോ. നാളെ തുടങ്ങിയാൽ നിങ്ങൾക്ക് വരുന്ന 13-ാം തീയതി ആകുമ്പോഴേക്കും മൊത്തം സബ്ജക്റ്റിലെ മൊത്തം ചാപ്റ്റേഴ്സും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ മിസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 14th, ഓക്കെ, നാളെ മുതൽ 16th to 13th വരെയുള്ള 8 ഡേയ്സ് പ്ലാൻ ആണ് മിസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 8 ഡേയ്സ് പ്ലാൻ ആണ്. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും പെൻഡിങ് വരികയാണെങ്കിൽ 14th നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്കത് കവറപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് റെസ്റ്റ് ഡേയ്സ് 15, 16, 17 ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റിവിഷൻ ചെയ്യാം. ആൻഡ് 18th ആണ് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരൊറ്റ ഗോളേ നമുക്കുള്ളൂ. അതെന്താണ്? എല്ലാ സബ്ജക്റ്റിലും എഡ്യൂബോർഡിന്റെ കൂടെ നിന്നിട്ട് A+ വാങ്ങാന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ കിടിലൻ സ്റ്റഡി പ്ലാൻ മിസ് ഇതാ ഇവിടെ റിലീസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ദിസ് ഇസ് നമ്മളുടെ 8 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ Day 1, Day 2, Day 3, Day 4, Day 5, Day 6, Day 7, Day 8 നിങ്ങൾ എന്ത് പഠിക്കണം, ഏത് സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് മിസ് ഇവിടെ മെൻഷൻ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ Day 1 നിങ്ങൾ ഇംഗ്ലീഷിലെ 1 and 2 ചാപ്റ്റേഴ്സ്, പിന്നെ എക്സ്ട്രാ ആയിട്ട് SS ഫസ്റ്റ് ചാപ്റ്ററും ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്ററും ആണ് പഠിക്കേണ്ടത്. Day 2 ആകുമ്പോൾ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററും മലയാളത്തിലെ 1 and 2 ചാപ്റ്ററും ബേസിക് സയൻസിലെ 1 ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററും ആണ് പഠിക്കേണ്ടത്. അപ്പോൾ ഓരോ ദിവസങ്ങളും നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ ലാംഗ്വേജ് പഠിക്കാനും എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഡേയ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ത് ചെയ്യാം? ചാപ്റ്റർ ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കാം. അപ്പം ഇനിയും തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കിടിലൻ 8 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് മിസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്കിലും ഫോളോ ചെയ്തിട്ട് ഇനിയെങ്കിലും മക്കൾ എന്ത് ചെയ്യുക? മുമ്പോട്ട് പോകാൻ നോക്കാം. ഓക്കെ, അപ്പോൾ എഡ്യൂബോർഡിന്റെ കൂടെ കൂടാൻ റെഡി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഓണം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കൂടെ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് എവിടെ ഉണ്ടാവും? താഴെ കമന്റ് ബോക്സിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ ബോണസ് ടിപ്പ് കൂടെ മിസ് പറഞ്ഞുതരാം. ഇനിയുള്ള ദിവസം എന്ന് പറയുന്നത് നമുക്ക് വളരെ ക്രൂഷ്യലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 5 hours ഇൻ ദ മോർണിംഗും 1.5 hours ഇൻ ദ ഈവനിങ്ങും ആയിട്ട് പഠിക്കാം. മെയിൻലി നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് വെച്ചിട്ട് ഓരോ ചാപ്റ്റേഴ്സ് വെച്ചിട്ടൊക്കെ മിസ് തന്നിട്ടുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ കഴിയുന്നതാണ്. ബിക്കോസ് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. ഒരു ബേസിക് ഐഡിയ ഒക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് വീതം എന്ത് ചെയ്യുന്നത്? ഓരോ ചാപ്റ്റേഴ്സ് വീതം ഓരോ ഡേയ്സ് വിട്ട് തന്നിരിക്കുന്നത്. അപ്പം രാവിലെയും രാത്രിയുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് 3 to 4 ചാപ്റ്റേഴ്സ് എങ്കിലും ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റിക്കി നോട്ട്സ് എടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇക്വേഷൻസ്, പോയിന്റ്സ്, ആൾക്കാരുടെ പേരുകൾ ഇതൊക്കെ മറന്നു പോവുകയാണെങ്കിൽ സ്റ്റിക്കി നോട്ട്സിൽ എഴുതുക. ആൻഡ് നിങ്ങൾക്ക് കാണുന്ന സ്ഥലത്ത് തന്നെ അത് പോയിട്ട് ഫിക്സ് ചെയ്യുക. നെക്സ്റ്റ്, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഓക്കെ, സ്നാക്സ് ഒക്കെ ഇടയ്ക്ക് കഴിക്കുകയൊക്കെ ചെയ്യുക, കുഴപ്പമില്ല. പക്ഷെ അതിലേക്ക് മാത്രം കൂടുതൽ ഫോക്കസ് പോകരുത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ബ്രെയിനൊക്കെ നല്ല ഡെവലപ്ഡ് ആവട്ടെ. ഓക്കെ, നെക്സ്റ്റ് തിങ് എന്തില്ല? നമുക്ക് ഇനി ഫോണില്ല. നോ ഫോൺ ഡ്യൂറിങ് സ്റ്റഡി ടൈം. പഠിക്കുന്ന സമയത്ത് പക്ക സ്റ്റഡീസ് ആണ്. ഗെയിംസ് ഇല്ല, ഫിലിംസ് ഇല്ല, ഒന്നുമില്ല. ഈ ഓണം എക്സാം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഡേയ്സ് 10 ഡേയ്സ് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ കുറച്ച് കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് സ്ട്രോങ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഫോൺസ് അവോയ്ഡ് ചെയ്യുക ആൻഡ് സ്റ്റിക്ക് ടു ചാപ്റ്റേഴ്സ് ആസ് യു ഫിനിഷ് ഇറ്റ്. ഓക്കെ, ഇറ്റ് മോട്ടിവേറ്റ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ നോട്ടിൽ എഴുതിയിട്ട് നിങ്ങൾ പഠിച്ചോ എന്നുള്ള കാര്യം, ഓരോ ദിവസവും പഠിച്ചോ എന്നുള്ള കാര്യം ഇങ്ങനെ ടിക്ക് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ മിസ് പറഞ്ഞു 13th ആകുമ്പോഴേക്കും നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിയും. അതിനുശേഷമുള്ള 14th ഡേ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഡേ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കവർ ചെയ്യാം. ഓക്കെ, പിന്നെ 15, 16, 17 ഡേയ്സ് നമുക്ക് റിവിഷനും 18th onwards നമുക്ക് എക്സാമും തുടങ്ങുന്നതാണ്. സോ ദിസ് ഈസ് എ കിടിലൻ സ്റ്റഡി പ്ലാൻ ഫോർ ദിസ് കിടിലൻ ഓണം എക്സാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്റ്റഡി പ്ലാൻ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ മിസ്സിന്റെ ഫേവറേറ്റ് ഫ്ലവറിന്റെ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, then bye. Thank you.